ഇത് പഞ്ചാബിലെ സുവർണ ക്ഷേത്രമാണ്. അവിടെ ഒരു സ്ത്രീ കാല് കഴുകുന്നത് കണ്ടല്ലേ? അതായത് ഒരു ചെറിയ ഒരു അരുവി പോലെ കൃത്രിമമായി ഉണ്ടാക്കിയതായ ഒരു വെള്ളച്ചാലുണ്ട്. അതിലൂടെ കാല് നനച്ചിട്ട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുവർണക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളാണ്. വളരെ വിശാലമായിട്ടാണ് ഈ സുവർണക്ഷേത്രത്തിൻ്റെ പരിസരങ്ങൾ കിടക്കുന്നത്. അതാണ് ഗോൾഡൻ ടെമ്പിൾ. സ്വർണത്താൽ പൊതിയപ്പെട്ടതാണ് ഗോൾഡൻ ടെമ്പിൾ. നാലാമത്തെ സിഖ് ഗുരുവായ ഗുരു രാംദാസ് ആണ് 1577 ഈ ക്ഷേത്രത്തിൻ്റെ ആ സ്ഥലത്ത് കാണുന്ന മനുഷ്യനിർമ്മിതമായ ഈ കുളം പൂർത്തിയാക്കിയത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സുവർണക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള ഒരു കവാടമാണ്. ഇതുപോലെ 4 കവാടങ്ങളുണ്ട്. അത് 4 ദിശകളിലേക്കും തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഉത്തര, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ വാതിലുകൾ ഉള്ളത്. ഇത് സിഖ് മതത്തിൻ്റെ പ്രധാന വിശ്വാസങ്ങളെ വിളംബരം ചെയ്യുകയാണ്. എവിടെ നിന്ന് വന്നാലും ഏത് മതത്തിൽ നിന്നുള്ളവരായാലും ഓരോരുത്തർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ലഭ്യമാണ് എന്നാണ് അത് കാണിക്കുന്നത്. ഇത് സമത്വവും ഉൾക്കാഴ്ചയും സിഖ് മതത്തിൻ്റെ മുഖ്യ ആശയമാണെന്നാണ് ഈ 4 വാതിലുകൾ വെളിപ്പെടുത്തുന്നത്. നമ്മളതിനകത്ത് കയറിയാൽ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ അത്ഭുതകരമായ നിർമ്മിതിയാണ് നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. എത്രയോ പേര് ആ വഴിയിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ സൂര്യവെളിച്ചത്തിൽ ആ സുവർണക്ഷേത്രം, സ്വർണത്തിൻ്റെ പാളികളുള്ളതായ സുവർണക്ഷേത്രം അങ്ങനെ തിളങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം അതിൻ്റെ ചുറ്റുമുള്ളതായിരിക്കുന്ന കെട്ടിടങ്ങളാണ്. ആ വെള്ളത്തിന് നടുവിൽ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ സുവർണക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്നത്. സുവർണക്ഷേത്രത്തിലെ 4 വാതിലുകളും ക്ഷേത്രത്തിൻ്റെ പൂർണ്ണ നിർമ്മാണത്തിന് ശേഷമാണ് പണിതത്. ഹർമന്ദിര സാഹിബിൻ്റെ നിർമ്മാണം 1581 ആരംഭിച്ച് 1604 പൂർത്തിയാക്കിയത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഈ കവാടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ വാതിലുകളും ഒരേ സമയത്ത് നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അവയുടെ അടിയന്തരമായ നവീകരണങ്ങൾ നൂറ്റാണ്ടുകളുടെ ദൈർഘ്യത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായത് 19-ാം നൂറ്റാണ്ടിൽ മഹാരാജ രഞ്ജിത് സിംഗ് ഭരിച്ചിരുന്ന കാലത്താണ്. എത്ര വലിയ തിരക്കാണെന്ന് നോക്കുക. ഓരോ വാതിലുകളിലൂടെയും ആളുകൾ വരികയും പോവുകയും ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സുവർണക്ഷേത്രത്തിൻ്റെ 4 വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 4 വശങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് മാർബിൾ കൊണ്ട് പണിയപ്പെട്ട പ്രത്യേകമായ വഴിയുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ മഹാരാജ രഞ്ജിത് സിംഗ് ഭരിച്ചിരുന്ന കാലത്താണ് ഈ മാർബിള് പതിപ്പിച്ചത്. ഈ പാത നിർമ്മിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കൂടെയുണ്ട്. ഈ കുളത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ്
ഇത് പണിതിരിക്കുന്നത്. സിഖ് മതത്തിൻ്റെ പാരമ്പര്യങ്ങൾ പ്രകാരം കുളത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം നടത്തുന്നത് ഒരു വിശുദ്ധമായ പ്രവൃത്തിയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ 4 ഭാഗങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ സുവർണക്ഷേത്രത്തിൻ്റെ മനോഹാരിത മാത്രമല്ല, അതിൻ്റെ ചുറ്റുമുള്ളതായ മറ്റ് കെട്ടിടങ്ങളുടെ മനോഹാരിതയും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയ ക്യൂ ആണ്. 5 മണിക്കൂറെങ്കിലും എടുക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായ ആ സുവർണക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ വേണ്ടി. അത് നമ്മൾ കണ്ടതുപോലെ ആ വലിയ കുളത്തിൻ്റെ നടുഭാഗത്ത് നിൽക്കുന്ന സ്വർണ്ണപ്പാളികളാൽ പൊതിയപ്പെട്ടതായ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാനുള്ള ഒരു നീണ്ട ക്യൂ ആണ്.